ഇടുക്കി മൂലമറ്റത്തെ നാട്ടുകാർ സമീപത്തെ വീട്ടിൽ നിന്നും രാവിലെ വലിയൊരു നിലവിളി ശബ്ദം കേട്ടു. മരണവെപ്രാളത്തിൽ കീരിയാനിക്കൽ കുമാരനും ഭാര്യ തങ്കമണിയും അലമുറിയിട്ട് കരഞ്ഞതോടെ നാട്ടുകാർ ഓടിക്കൂടി. ചോരയിൽ കുളിച്ച നിലയിലായിരുന്നു കുമാരന്റെ മൃതദേഹം. തങ്കമണിയെ കിടപ്പുമുറിയിലെ കട്ടിലിനടിയിലാണ് കണ്ടത്. ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരുടെയും മരണം സംഭവിച്ചിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് ഇവരുടെ മകൻ അജേഷ് രണ്ടുപേരെയും വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതിക്ക് വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേറാടി സ്വദേശി കീരിയാനിക്കൽ കുമാരനെ രാവിലെ 10:30-യോടെയാണ് വീടിനുള്ളിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സമീപത്തെ കട്ടിലിനടിയിൽ ഭാര്യ തങ്കമണിയെയും ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തി. കുമാരന്റെ സഹോദരി വിവരം അറിയിച്ചതിനെ തുടർന്നാണ് കാഞ്ഞാർ പോലീസ് സ്ഥലത്തെത്തിയത്. തങ്കമണിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒരാള് ബെഡ് കിടക്കുന്നു, ഒരാള് ബെഡിന്റെ അടിയിൽ തുണി പതിച്ച രീതിയിൽ കിടക്കുക. ഈ ചെയ്ത മകനെന്ന് പറഞ്ഞ അജേഷ് എന്ന് പറഞ്ഞ ആളെ അവിടെ ഞങ്ങൾ റൂമെല്ലാം പോലീസുകാരായിട്ട് ഞങ്ങളായിട്ടെല്ലാം തിരക്കി നാട്ടുകാരൊക്കെ കൂടി. പക്ഷെ അവിടെ ഒന്നും കണ്ടില്ല. എവിടെ പോയെന്ന് കൃത്യമായിട്ട് അറിയില്ല. കുമളിയിൽ താമസിക്കുന്ന മകൻ അജേഷ് കഴിഞ്ഞ ദിവസം രാത്രി ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു. കുടുംബ വഴക്കിനെ തുടർന്ന് അജേഷ് വെട്ടിയതാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുമാരന്റെയും തങ്കമനുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് 18 ഇടുക്കി.